സംഘം ജയിക്കണം, ഈ സംഘത്തെ നശിപ്പിക്കരുതേ. നബിയുടെ ദുആയുടെ ശബ്ദം കൂടി, നബിയുടെ ദുആയുടെ ഭാവം മാറി, നബിയുടെ കണ്ണുകൾ നിറഞ്ഞു. സിദ്ദീഖെന്നവർ ഒന്നും നോക്കാതെ നിലത്ത് വീണ തട്ടം ശരീരത്തിൽ ഇട്ടുകൊടുക്കുന്ന ആ സന്ദർഭം മുതലെടുത്തിട്ട് ഉയർത്തിയ കൈ അല്ലാഹുവിന്റെ റസൂലിന്റേത് പിന്നിലൂടെ ചെന്ന് കെട്ടി വരിഞ്ഞിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹൻ നബിയോ യാ റസൂലല്ലാഹ് ഹസ്ബുക്, മതി നബിയേ, ഇങ്ങനെ ദുആർക്കല്ലേ, അള്ളാഹു അങ്ങയുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഇപ്പൊ തന്നെ ശരിയാക്കും, അള്ളാഹു സഫലീകരിക്കും. അങ്ങിങ്ങനെ പ്രയാസപ്പെട്ടു ദുആ ചെയ്യരുത്. സ്നേഹസമ്പന്നനായ, സ്നേഹനിധിയായ, കരുണാനിധിയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചക സ്നേഹം ഇവിടെ നാം ഓർക്കുക. ഈ സംഘത്തെ നശിപ്പിച്ചാൽ അള്ളാഹുവിന്റെ ഭൂമുഖത്ത് പിന്നെ ഇബാദത്തില്ല. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി. ബദരീങ്ങൾ നശിച്ചാൽ പിന്നെ ഇവിടെ ഇബാദത്തില്ല. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്. ആരോടാ പറയുന്നത്? പടച്ചോനോട്. മനസ്സറിഞ്ഞ പ്രഖ്യാപനമല്ലേ പറ്റൂ, സത്യബോധത്തോടുള്ള പ്രഖ്യാപനമല്ലേ പറ്റൂ, നിഷ്കളങ്കമായ പ്രാർത്ഥനയിലല്ലേ ഇത് ഉപയോഗിക്കാവൂ. ഇവരെ നശിപ്പിച്ചാൽ ഇവിടെ ഇബാദത്തില്ല, ഇസ്ലാമില്ല, ദീനില്ല. അള്ളാഹുവിന്റെ ഇബാദത്ത് ഇവിടെ നടക്കണോ, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലക്കൊള്ളണോ, ഇസ്ലാം ഇവിടെ സ്ഥിരപ്രതിഷ്ഠ നേടണോ, പടച്ചോനെ ഇബാദത്ത് ചെയ്യുന്ന വിഭാഗം വേണോ, ബദരീങ്ങൾ വേണം. ശഫീഉനാ റസൂലുള്ളാഹി. ഇതാണ് ബദർ. ഇവര് നശിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇബാദത്ത് ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെയാണ് ബദർ. ഇവിടെയാണ് ബദറിനെ നമുക്ക് മനസ്സിലാക്കി തരേണ്ടത്. എന്താ ബദർ? 300 ആള് 1000 ആള് ജയിച്ചപ്പോഴേക്ക് എന്തുണ്ടായി? പിന്നീട് ഉണ്ടായതെല്ലാം അതുകൊണ്ടാണ് ഉണ്ടായത്. തന്നെ എന്റെ മറുപടി. പിന്നീട് ഉണ്ടായതെല്ലാം അതുകൊണ്ടാണ് ഉണ്ടായത്. അതിന്റെ ശേഷം ഉണ്ടായ എന്തെല്ലാം വളർച്ചയുണ്ടോ അതൊക്കെ ഉണ്ടായത് ഇതുകൊണ്ടാണ്. അങ്ങ് ആഫ്രിക്കയിലേക്ക് ഈ സംഭവം എത്തിയത് അതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ എത്തുന്ന എല്ലായിടത്തേക്കും ഈ സംഭവങ്ങൾ എത്തുന്നതും, റോം പേർഷ്യൻ സാമ്രാജ്യങ്ങൾ വരെ ഇസ്ലാമിനെ ഭയക്കുന്നതും, ലോകത്തെ ഏത് സമൂഹത്തിനിടയിലും ഇസ്ലാമിന്റെ ശക്തിയും പ്രതാപവും ലോകത്ത് തെളിഞ്ഞതും ബദർ കൊണ്ടാണ്. ബദറിൽ അന്നെങ്ങാനും അള്ളാന്റെ റസൂലും ആ 300 പേരും പരാജയപ്പെട്ടുവെന്നറിഞ്ഞാൽ നേരെ മറിച്ചാകുമായിരുന്നു സംഭവം. പിന്നെ ഇസ്ലാമിനോട് ഉയർത്തെഴുന്നേൽപ്പില്ല. 300 ആള് മരിച്ചാൽ സഅദ് ഇബ്നു മുആദ് പറഞ്ഞ മദീനക്കാര് വേറല്ലേ? കാര്യമില്ല. ആളെ കൊണ്ട് രണ്ടാമത് ഹയാത്താക്കാനും സജീവമാക്കാനും കഴിയില്ല. ഈ പോരാളികൾ ഇവിടെ മരണപ്പെട്ടാൽ, ഈ യുദ്ധം ഇവിടെ പരാജയപ്പെട്ടാൽ, ആളില്ലാത്തതല്ല പ്രശ്നം. ആളല്ലാത്ത എന്തിനാ? ആളില്ലാത്ത തന്നെ അള്ളാഹ് നശിപ്പിക്കും, ആളില്ലാത്ത തന്നെ അള്ളാഹ് വിജയിപ്പിക്കും. ഇത് വിഷയമല്ല. ഈ പോരാട്ടം പരാജയപ്പെട്ടാൽ, ഈ പോരാട്ടത്തിൽ മുസ്ലിമീങ്ങൾ പിന്തിരിഞ്ഞോടിയാൽ, ഈ പോരാട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഭയം വന്നാൽ, ഈ പോരാട്ടത്തിൽ മുസ്ലിമീങ്ങൾ ചിന്നിച്ചിതറിയാൽ പിന്നെ ഇസ്ലാമിനെ ഉയർത്താൻ ഇവിടെ ശക്തിയില്ല, ഇസ്ലാമിനെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ ഇവിടെ മാർഗമില്ല. ഇതാണ് ബദർ. ഇതാണ് ബദർ നൽകുന്ന സന്ദേശം. ഈ ബദറിൽ നിന്ന് കിട്ടണം, അപ്പോഴേ നമുക്ക് ബദർ ബോധ്യപ്പെടുള്ളൂ. നോക്കി നിങ്ങൾ, ബദർ ജയിച്ച് മക്കയിലെ അമുസ്ലിമീങ്ങൾ ചെന്ന് മക്കയിൽ ചെന്ന് നോക്കുമ്പോഴുള്ള ഗതികൾ തന്നെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതിരിക്കട്ടെ, മക്കാ നിവാസികൾ മക്കയിൽ എത്തി നോക്കുമ്പോൾ അന്നത്തെ കാലത്തെ സാധാരണ നടപടിയാണ്, ഫോണൊന്നുമില്ലാത്ത കാലല്ലേ, അശരീരികൾ കേൾക്കും, ജിന്നുകൾ നിർബാധം മനുഷ്യർക്കിടയിലൂടെ നടക്കും, ആളില്ലാത്ത ശബ്ദങ്ങൾ കേൾക്കും. ആ ശബ്ദത്തിൽ ഒരു ശബ്ദം ബദറിന്റെ ഈ ചരിത്ര സ്വഭാവത്തിലേക്കും എന്നെന്നും നിലകൊള്ളുന്ന മരിക്കാത്ത ആവർത്തന സ്വഭാവത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ഇസ്ലാമിന്റെ പോരാട്ടത്തിന്റെ ആവർത്തന സ്വഭാവം, എന്നുമെന്നും അതിജയിക്കുന്ന ഇസ്ലാമിന്റെ അതിജീവനത്തിന്റെ സ്വഭാവം ബദറിനുണ്ട് എന്നും ബദർ പഠിപ്പിക്കുന്നുണ്ട് എന്നും അന്ന് ജിന്നുകൾ മക്കയിലെ മുശ്രിക്കീങ്ങളെ ബോധ്യപ്പെടുത്തി. ജിന്നുകൾ പറഞ്ഞേ, അറാദൽ ഹസാറൽ ഹനീഫിയൂന ബദ്റൻ വഖീഅതൻ സയൻഖല്ലു മിൻഹാ റുക്നു കിസ്റാ വഖൈസറാ അബാദത് റിജാലം മിൻ ലുഅയ്യിൻ വഅബ്റസത് خرائد يضربن الترائب حسرا فيا ويح من أمسى عدو محمد لقد جار عن قصد الهدى وتحيرا. മക്കയിലെ ആളുകൾ മുഴുവൻ കേൾക്കുമാർ, രാത്രിയുടെ നിശബ്ദതയിൽ ജിന്നുകളിൽ നിന്ന് കേൾക്കുന്നവർ അശരീരിയുടെ ശബ്ദം എല്ലാവരും കാതോർക്കുകയാണ്. ഇത് അന്നത്തെ അള്ളാഹുവിന്റെ ഒരു സമ്പ്രദായമാണ്. ലൈറ്റ് വന്ന് ലോകം ജയിച്ച് മാർഗങ്ങൾ വേറെ വന്നപ്പോൾ ഇതൊക്കെ പോയതാ. പണ്ട് ഇതൊക്കെ അള്ളാഹു ഉപയോഗപ്പെടുത്തിയിരുന്നു, അത്തരം മാർഗം. പണ്ട് പള്ളിക്കെന്ന് ജിന്നിനെ കണ്ടുമൊക്കെ പറയില്ല, എന്നാരും പള്ളിക്ക് ജിന്നിനെ കാണില്ലല്ലോ, അതുകൊണ്ട് ജിന്നില്ലാന്ന് വിചാരിക്കണ്ട. സമ്പ്രദായം കാലത്തിനനുസരിച്ച് മാറുമ്പോൾ വരെ കൊഴിഞ്ഞു പോകും.
അങ്ങനെ വന്നതാണ്. അന്ന് ജിന്നുകൾ വിളിച്ചു പറയുന്നത് അസാറൽ ഹനീഫിയൂന ബദ്റൻ. ഇബ്രാഹിം നബിന്റെ മാർഗവും ഒത്തുവന്ന ഹനീഫിയായ മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് മുസ്തഫായുടെ സംഘം എന്നുമെന്നും സന്ദർശിപ്പിക്കാനും സന്ദർശനത്തിനും പ്രേരണ നൽകി. ബദറിനെ കാണാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? വഖിയത്തൻ, ഒരൊറ്റ സംഭവം കൊണ്ട്. എല്ലാ കാലത്തും ബദർ സന്ദർശിക്കാൻ പ്രേരണ നൽകുന്നത് മുഹമ്മദ് നബിയുടെ ഹനീഫായ മതത്തിന്റെ അനുയായികളായ ബദരീങ്ങളാണ്. വഹാബിക്ക് ബദർ കണ്ടൂടാ, ബദറിന്റെ പ്രദേശവും കാണാൻ പോയിൂടാ. നമ്മളിപ്പോ സിയാറത്തിന് പോയാൽ ബദറൊന്ന് കാണണം. എന്താ ബദറില്? ഒരിടത്ത് ചോദിച്ചു, എന്താ ബദറില്? ബദറിൽ അബൂജാഹിലിന്റെ ഖബറോ? അബൂജാഹിൽ മാത്രമല്ല, ബദറിൽ ഷഹീദായിട്ടുള്ള, ബദർ മണ്ണിൽ ഷഹീദായിട്ടുള്ളവരൊക്കെ ബദറിൽ തന്നെയാ ശുഹദാ. 14 ശുഹദാക്കളിൽ നിന്ന് ബദർ മണ്ണിൽ ഷഹീദായിട്ടുള്ളവർ കുറഞ്ഞ പേരാ. അവരൊക്കെയും ഒക്കെ ബദറിലാ. പുറത്തുനിന്ന് ഷഹീദായവരുണ്ട്, ഉബൈദത്ത് ബിനുൽ ഹാരിസിനെ പോലുള്ളവർ ശുഹദാക്കളിൽ തന്നെ, അവരെ പുറത്തുള്ളൂ. ബാക്കിയൊക്കെ ബദറിൽ തന്നെയാ. ശുഹദാ ബദറുണ്ട് ബദറില്. അല്ലെങ്കിലും ബദർ സന്ദർശിക്കണ്ടേ? ജിന്ന് പറയുന്നു അന്ന് ഖുറൈശികളോട്, അസാറൽ ഹനീഫിയൂന ബദ്റൻ വഖീഅതൻ. ഒരു വലിയ സംഭവം കൊണ്ട് തന്നെ എല്ലാ കാലത്തും ബദറിനെ സന്ദർശിപ്പിക്കാൻ പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നു നബിയും സംഘവും. എന്താ സംഭവം? സയൻഖല്ലു മിൻഹാ റുക്നു കിസ്റ വഖൈസറ. ഈ സംഭവത്തിന്റെ പ്രതികരണമായാണ് കിസ്റ സാമ്രാജ്യം തകർന്നത്, കൈസറിന്റെ സാമ്രാജ്യം തകർന്നത്. നാളെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ തകരാനിരിക്കുന്ന മുഴുവൻ സാമ്രാജ്യത്വ ശക്തികളെയും തകർത്ത് തരിപ്പണമാക്കാൻ ഇസ്ലാമിന് അജയ്യത പകർന്നത്, അതിജീവന ശക്തി പകർന്നത്, ഇസ്ലാമിന് പവർ പകർന്നത്, പ്രതാപം പകർന്നത് ബദരീങ്ങളാണ്. അതുകൊണ്ട് ബദർ എന്ന പ്രദേശത്ത് അവരെന്നും നമ്മെ സന്ദർശിപ്പിക്കാൻ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നു. റോം, കൈസർ, കിസ്റ, പേർഷ്യൻ, ഈ 2 സാമ്രാജ്യങ്ങളും തകരാനിരിക്കുന്നതിന്റെ സൂചന. അബാദത്ത് റിജാലം മില്ലു അയ്യിം വഅബ്റസത് ഖറായിദ യദ്രിബുന തറായിബ ഹുസ്സറാ. ചെറുതല്ല വിഷയം. ആവരറ്റ സംഭവത്തിൽ അബാദത്ത് റിജാലം മില്ലു അയ്യ്, ഖുറൈശി മൂപ്പന്മാരായ മൂപ്പന്മാരെയാണ് ബദറിലെ സംഭവം നീക്കി തുടച്ച് നശിപ്പിച്ചു കളഞ്ഞത്. വഅബ്റസത് ഖറായിദ, വെളിക്കിറങ്ങാതെ വീടിന്റെ അയത്തറയിൽ അളിഞ്ഞൊരുങ്ങിയിരുന്ന കന്യകകളായ സ്ത്രീകളെ, നമ്മളെ അന്തർജന സ്ത്രീകളെ പോലെ, ബ്രാഹ്മണരായ അന്തർജന സ്ത്രീകളെ പോലെ തന്നെ അറബികളിലെ ഖുറൈശികളിലെ കന്യകകൾ പുറത്തെവിടെ ഇറങ്ങൂല, എങ്ങോട്ടും പോവില്ല. കന്യകാചർമ്മം പോകാതിരിക്കാൻ കൂടിയുള്ള സുരക്ഷിതത്വ മാർഗം, നാണത്തിന്റെയും ചിഹ്നം. ആ കന്യകകളെ മാറത്തടിച്ച് നിലവിളിക്കുന്നവരാക്കി മുടി കണ്ടിച്ചിട്ട് ഒട്ടാകെ വെളിക്കിറക്കിയത് ബദറിലെ സംഭവമാണ്. പോരാളികളായ 1000 പേരെ നശിപ്പിച്ചതല്ല സംഭവം. മക്കയിലെ ഖുറൈശി തരിമൂക്കിലുള്ള മുഴുവൻ പെണ്ണുങ്ങളെയും മറത്തടിച്ചട്ടഹസിക്കുന്നവരാക്കി. വിലപിടിപ്പുള്ള കുതിരകളെ ധാരാളം അറുത്തവർ അനുശോചനം രേഖപ്പെടുത്തി. വിലപിടിപ്പുള്ള വാഹനങ്ങളെ അറുത്ത് വെറുതെ ഇട്ടിട്ട് ചീഞ്ഞു നാറുന്ന മാംസമാക്കി. ഇനി ഇതൊക്കെ ആർക്ക് വേണം? നമ്മുടെ നഷ്ടം എന്ന് പറഞ്ഞിട്ട് അവരാകമാനം അനുശോചനം രേഖപ്പെടുത്തി, ദുഃഖം രേഖപ്പെടുത്തി, വിലാപം കൊണ്ടു കരഞ്ഞിട്ട് അവരുടെ കണ്ണുകൾ കലങ്ങിയിട്ട് മുടിമുറിച്ച് പെണ്ണുങ്ങൾ മാറത്തടിച്ച് നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബുദ്ധിയുള്ളവരിറങ്ങിയിട്ട് പറഞ്ഞു, നിർത്തണം നിർത്തണം നിർത്തണം, നമ്മൾ നൊലോത്സാൻ പാടില്ല. നമ്മളിവിടെ നൊലോത്സാല് മുഹമ്മദിന്റെ സേനയും മുഹമ്മദിന്റെ ആൾക്കാരും കുറച്ചും കൂടി സന്തോഷിക്കും നമ്മളെ നൊലോളി കേട്ടാല്. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കണം, ഒറ്റക്കുട്ടി മിണ്ടാതിരിക്കണം. ഏത് ഉച്ചവരും ഉടയവരും മരിച്ചവരും മിണ്ടാതിരിക്കണം. ഇസ്ലാമിക ചരിത്രകാരന്മാർ പറയുന്നു, ഒന്ന് കരയാൻ പോലും വിധി അവരെ സമ്മതിച്ചില്ല. ഉറ്റവർക്ക് വേണ്ടി കരയാൻ പോലും വിധി അവരെ സമ്മതിച്ചില്ല. അത്തരം സംഭവങ്ങൾ ധാരാളമുണ്ട്. അസ്വദ് എന്ന് പറയുന്നത് സംഅത്ത് എന്ന മകനും നഷ്ടപ്പെട്ടു, അഖീല എന്ന മകനും നഷ്ടപ്പെട്ടു, ഹാരിസ് എന്ന മകനും നഷ്ടപ്പെട്ടു. 3 ആളും നഷ്ടപ്പെട്ടു അസ്വദിന്. 3 ഉച്ചവര് മരണപ്പെട്ടിട്ട് കരയാൻ പാടില്ല. മക്കയിലെ രാജാക്കന്മാരെ ഓർഡർ എന്താ? കരഞ്ഞാല് മുഹമ്മദിന്റെ കൂട്ടര് സന്തോഷിക്കും. അത് നമ്മളെ കൊല്ലപ്പെട്ടവർക്ക് ചേപ്പറല്ലേ, നമുക്ക് കുറവല്ലേ നമ്മൾ നൊലോടിക്കുന്നവര്? മറ്റുള്ളവർ അറിയും നമ്മൾ ധൈര്യവാന്മാരായി നിൽക്കണം. അതുകൊണ്ട് അകമേ കരഞ്ഞാലും പുറമേ കരയരുത്. മക്കയിലെ ഒരിക്കൽ ഒരു നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. അസ്വദ് പറഞ്ഞു കുടുംബത്തോട്, ഒന്ന് നോക്കിയാണ് നൊലോൾച്ചാൻ അനുവാദിക്കണോന്ന്, എല്ലാവരും നൊലോൾക്കാൻ അനുവാദം കിട്ടിക്കണോന്ന് തന്നെ അറിഞ്ഞോക്കിയാണ്. നോക്കുമ്പോ ഒരു പെണ്ണാ നൊലോൾച്ചണത്. നടന്ന് നൊലോൾച്ച.
എന്തിനാ നൊലോളിച്ചെന്ന് നോക്കുമ്പോ ഓളെ ഒട്ടകം എവിടുക്കോ തെറ്റിപ്പോയിട്ട് കിട്ടാതായിട്ട് നൊലോളിച്ചു. അസുബദിന് കെട്ടി നിന്ന ദുഃഖം പൊട്ടിയൊഴുകി. ഒരു നിവൃത്തിയില്ല. എന്തൊരു ഒലക്കീലെ ദുഃഖം രേഖപ്പെടുത്താൻ പാടില്ലെന്ന വിലക്ക് അദ്ദേഹം ഒട്ടാകെ പറഞ്ഞിട്ട് അത്തബിക്കി ഒരൊട്ടകം പോയതിന്റെ പേരിൽ ദുഃഖിച്ചിട്ട് ഒരു പെണ്ണിന് കരയാമെന്നോ? എന്നിട്ട് എനിക്ക് കരഞ്ഞുകൂടാന്നോ? ഒട്ടകം നഷ്ടപ്പെട്ട പെണ്ണിന് ഉറക്കമലച്ച് കരയാൻ പറ്റുന്ന മക്കയിൽ എന്റെ സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടിട്ട് കരയാൻ പറ്റുന്നോ?